പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവമിടയാക്കിയതിനെ ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തതും നമ്മെ നിലനിർത്തുന്നതും നമ്മെ മാനിക്കുന്നതും നമ്മെ ഉയർത്തുന്നതുമാണ് ദൈവത്തിന്റെ വചനം. നമ്മൾക്ക് ജീവനെ തരുന്നതാണ് ദൈവവചനം. ആ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ എത്രത്തോളം പ്രാധാന്യത്തോടെ കാണുന്നു അത്രത്തോളം ദൈവവചനം നമ്മുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യും. ഏതൊക്കെ വാതിലടഞ്ഞാലും വചനത്തിൽ വിശ്വസിച്ച് അവിടെ നിൽക്കുമ്പോൾ അടഞ്ഞടത്ത് നമുക്ക് സ്പെഷ്യൽ പ്രിവിലേജ് നൽകി നമ്മളെ നടത്താൻ ദൈവത്തിന് കഴിയും. എല്ലാ സാഹചര്യങ്ങളും എതിരായി കഴിഞ്ഞുവെന്ന് ലോകം പറയുമ്പോൾ അവിടെ തന്നെ വഴി ഒരുക്കി തല ഉയർത്തി നിർത്തുവാനായിട്ട് കർത്താവിന് കഴിയും. കർത്താവ് അതിന് ശക്തനാണ്. വചനം വിശ്വസിക്കുക, കർത്താവ് പറഞ്ഞ വാക്കിൽ വിശ്വസിക്കുക. നമുക്കറിയാം അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവവാഗ്ദത്വത്തോടും ദൈവവചനത്തോടും അബ്രഹാം പുലർത്തിയ വിശ്വാസം. അത് നമ്മൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. അബ്രഹാം വാഗ്ദത്തം ചെയ്തവനെ നിവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അത് അബ്രഹാമിന്റെ ഉറപ്പായിരുന്നു. എന്നോട് വാക്ക് പറഞ്ഞ കർത്താവ് അത് നിവർത്തിക്കുമെന്നുള്ള പൂർണ്ണമായ ബോധ്യം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് അതാണ്. എന്നോട് വാഗ്ദത്തം ചെയ്തവൻ അതിനെ നിവർത്തിക്കുമെന്ന് പൂർണ്ണമായ ഉറപ്പ്. ആ ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടോ? നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. അതിൽ വളരെ പ്രാധാന്യമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മാറി അല്ലല്ല സാഹചര്യങ്ങളല്ല, നമ്മളിൽ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനം അങ്ങോട്ടുണ്ട്. നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കും, നമ്മളെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തും, നമ്മളെ വിശ്വാസത്തിൽ അങ്ങോട്ട് സ്ഥിരപ്പെടുത്തിയിട്ട് പറയും, ഇല്ല നീ നശിച്ചു പോകത്തില്ല, നീ തകർന്നു പോകത്തില്ല. ആ ബോധ്യം നമ്മുടെ അകത്തേക്ക് വരും. അതെപ്പോഴാണ്? വചനം വായിക്കുകയും വചനം കേൾക്കുകയും ചെയ്യുമ്പോഴാണ്. നമുക്കറിയാം, നമ്മൾ ഈ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ രൂപാന്തരപ്പെടുത്താനായിട്ട്, ദൈവത്തിന്റെ മനസ്സിളക്കാനായിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവവചനത്തിൽ പറയുന്നതനുസരിച്ച് അവൻ കരുണയുടെ ഉറവിടം, അവൻ സ്നേഹമാണ്, അവൻ കൃപയുള്ളവനാണ്. നമ്മൾ ദൈവത്തെ പറഞ്ഞ് അല്ലെങ്കിൽ ദൈവത്തിന് ഒരു ഫോഴ്സ് ചെലുത്തി ദൈവത്തെ നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളിലേക്ക് കർത്താവിന്റെ ശ്രദ്ധ തിരിപ്പിച്ച് നമ്മളൊരു അത്ഭുതം കാണേണ്ട കാര്യമൊന്നുമില്ല. കർത്താവില് നിങ്ങളും ഞാനും കർത്താവിലായി നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിനകത്ത് ഹല്ലേലൂയ അവൻ രക്ഷയായി, കൃപയായി, കരുണയായി വസിക്കുന്നു. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിഞ്ഞിരിക്കെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന എത്ര നിശ്ചയം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്കുണ്ടാകുന്ന ഒരു ധൈര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രാർത്ഥന ദൈവത്തെ രൂപാന്തരപ്പെടുത്തുക എന്നല്ലല്ല, പ്രാർത്ഥനയിൽ നമ്മുടെ വിശ്വാസം പണിയപ്പെടുക എന്നുള്ളതാണ്. പ്രാർത്ഥനയിൽ ഞാൻ ചോദിക്കുന്ന കാര്യത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. ഞാൻ ഈ പറയുന്ന വിഷയം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയതാണ്, അതുകൊണ്ട് അത് നടന്നിരിക്കുമെന്ന് എൻ്റെ അകത്ത് വരുന്ന ഉറപ്പാണ് എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുന്നത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ രൂപമാറ്റം, ദൈവത്തിന്റെ ഭാവമാറ്റം, ദൈവത്തിന്റെ സ്വഭാവമാറ്റം അല്ല അവിടെ നടക്കുന്നത്. നമ്മിലാണ് മാറ്റം ഉണ്ടാകുന്നത്. എന്ത് മാറ്റമാണെന്നറിയാമോ? ഹല്ലേലൂയ. ആമേൻ. പാപിയും കുറവും ദോഷവും ഉള്ളവനായിരുന്ന എന്നെ കർത്താവ് ഹല്ലേലൂയ ആമേൻ തന്റെ മകനാക്കി മാറ്റിയെങ്കിൽ, എന്നോട് ക്ഷമിച്ചെങ്കിൽ, എന്നെ പുത്രനാക്കി മാറ്റിയെങ്കിൽ, അതിനോട് കൂടെ സകലതും എനിക്ക് തന്നെ അനുഗ്രഹിക്കും, ഉയർത്തും, മാനിക്കും എന്ന എൻ്റെ അകമയുള്ള ബോധ്യം. ഹല്ലേലൂയ. അതാണ് ഹല്ലേലൂയ ആമേൻ നമ്മുടെ ജീവിതത്തിനകത്തുള്ള അടിസ്ഥാന പ്രമാണം. അതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ അകത്ത്, നമ്മുടെ ഉള്ളിലൊരു പണി നടക്കുന്നത്, ഉള്ളിലൊരു രൂപാന്തരം ഉണ്ടാകുന്നു, ഉള്ളിലൊരു മാറ്റം ഉണ്ടാകാം. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എവിടെയെങ്കിലും ഹല്ലേലൂയ ജീവിതത്തിനകത്ത് തകർന്നോ, നിരാശപ്പെട്ടോ, ഭാരപ്പെട്ടോ നിങ്ങളായിരിക്കുന്നെങ്കിൽ ആ ഭാരത്തെയും നിരാശ എല്ലാം ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു ഉറപ്പ് കൊണ്ടുവരാമോ? നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു ധൈര്യം കൊണ്ടുവരാമോ? എന്നെ കർത്താവ് ഹല്ലേലൂയ സ്വീകരിച്ചിരിക്കുക, മകനായിട്ട് സ്വീകരിച്ചിരിക്കുക, എൻ്റെ അനുഗ്രഹം ആമേൻ എൻ്റെ അവകാശമാണ്. ഞാൻ കർത്താവിൽ ജനിച്ചതുകൊണ്ട്, ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചതുകൊണ്ട്, ക്രിസ്തുവിലായതുകൊണ്ട് പുതിയ സൃഷ്ടിയായ എൻ്റെ അവകാശമാണ് ഹല്ലേലൂയ അനുഗ്രഹം, പുതിയ സൃഷ്ടിയായ എൻ്റെ ആമേൻ അവകാശമാണ് ഉയർച്ച. ഈ ബോധ്യം നിങ്ങളിലേക്ക് കൊണ്ടുവരാമോ? ഈ ബോധ്യത്തിൽ നിങ്ങൾ പാടാമോ? നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറിയിരിക്കും എന്നത് 100% നിശ്ചയമാണ്. അതിന് വേറൊരു സംശയം വേണ്ട, വേറൊരു ഗ്യാരണ്ടി നിങ്ങൾ നോക്കി പോവുകയും വേണ്ട. അത് ഗ്യാരണ്ടി, കർത്താവിന്റെ ഗ്യാരണ്ടിയാണ്. ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മേഖലയിലും നിങ്ങൾ തകർന്നു പോകുന്നത് കർത്താവിന്റെ പദ്ധതിയിൽ ഇല്ല.
ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിനകത്തൊന്ന് ഉറപ്പിക്കണം, പറഞ്ഞു ഉറപ്പിക്കണം. അപ്പോൾ അതായത് ഞാൻ പറയട്ടെ, നിങ്ങൾ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കാതെയും ഇരുന്നാൽ പ്രാർത്ഥനയ്ക്ക് ഫലമില്ല. എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കുന്നുള്ളൂ, പക്ഷെ നല്ല വിശ്വാസത്തോടു കൂടെയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായ മറുപടി ഉണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യം എന്താ? പ്രാർത്ഥനയുടെ നീണ്ട പ്രാർത്ഥനയല്ല, ആമേൻ, ഹല്ലേലൂയ, ശക്തമേറിയ വിശ്വാസമാണ് പ്രാർത്ഥനയുടെ മറുപടിയുടെ അടിസ്ഥാനമായിട്ടിരിക്കുന്നത്. നിങ്ങൾ ദൈവവചനത്തിൽ വായിച്ചു നോക്കിയാൽ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് യേശു ക്രിസ്തു ദേശങ്ങൾ യാത്ര ചെയ്തു, ഗ്രാമങ്ങൾ യാത്ര ചെയ്തു, പട്ടണങ്ങൾ യാത്ര ചെയ്തു. യേശു ചെന്നിടത്തൊക്കെയും ജനം പ്രതീക്ഷയോടാണ് യേശുവിന്റെ അടുക്കലേക്ക് ഓടി വന്നത്, സൗഖ്യത്തിനായിട്ട്, അത്ഭുതങ്ങൾക്കായിട്ട്. അവർ വന്നു, അത്ഭുതം പ്രാപിച്ചു, അവർ പോയി. എന്നാൽ ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവർ, അവിടെ ആരും അവിടെ ദീർഘമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതായിട്ടോ അവിടെ വന്ന് ചിലരൊക്കെ സംബന്ധിച്ച് അവിടെ കർത്താവിനെ അവർ ഏറ്റു പറഞ്ഞിട്ട് പോലുമില്ല. നമുക്കറിയാം, നയീനിലെ വിധവയായ സ്ത്രീയുടെ മകനെ ഉയർപ്പിച്ചപ്പോൾ അവിടെ ഒരു ചോദ്യവും പറച്ചിലും ഉണ്ടായില്ല. അവരുടെ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് അവിടെ അത്ഭുതം ചെയ്തു എന്ന് നമ്മൾ കാണുന്നത്. നമ്മൾ പിന്നീട് കാണുന്ന പല കാര്യങ്ങളിലും വിശ്വാസത്തോടുകൂടെ രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിന്റെ വസ്ത്രം വിശ്വാസത്തോടെ സ്പർശിച്ചു, അത്രേ ഉള്ളൂ, അവിടെ അത്ഭുതം നടന്നു. ഹല്ലേലൂയ. പിന്നത്തെ നമ്മൾ പലപ്പോഴും അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, യേശുവിന്റെ അടുക്കൽ വന്നവരോടെല്ലാം യേശുവിനെ ചോദിക്കാൻ ഒറ്റ ചോദ്യമേ ഉണ്ടായിരുന്നു: നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ വിശ്വാസത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തെ മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ടായിരുന്നു കർത്താവിന്റെ പ്രവൃത്തി. അവർ ചോദിച്ചു, ശരിയാണ്, എന്നാൽ അതിനപ്പുറമായി അവർ യേശുവിന്റെ അടുക്കൽ വന്നു. എന്നാൽ ഇതിനെല്ലാം കാരണമായിട്ടിരുന്നത് വിശ്വാസമാണ്. അവർ യേശുവിനോട് ചോദിക്കാൻ കാരണം വിശ്വാസമാണ്, യേശുവിന്റെ അടുക്കൽ ഓടി വരാൻ കാരണം വിശ്വാസം, യേശുവിന് ദൈവപുത്രൻ എന്ന് പറയാൻ കാരണം വിശ്വാസം. അവർ അത്ഭുത സൗഖ്യത്തിനെല്ലാം അടിസ്ഥാന കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരിലുണ്ടായിരുന്ന വിശ്വാസം. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ദൈവത്തിൽ നിന്ന് അത്ഭുതം പ്രാപിക്കാനായിട്ട് നമുക്ക് അടിസ്ഥാനമായി വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു യോഗ്യത എന്ന് പറയുന്നത്, നമ്മുടെ അകത്ത് വേണ്ടത് വിശ്വാസമാണ്. നീണ്ട പ്രാർത്ഥന, ദീർഘമായ പ്രാർത്ഥനയെക്കാളും ശക്തിയേറിയതാണ് ഉറച്ച വിശ്വാസം. അതെ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ അകത്ത് വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശ്വാസം എന്നത്, ഹല്ലേലൂയ, വചന കേൾവിയിലൂടെയാണ് വിശ്വാസം ഉണ്ടായി വരുന്നത്. ഒരു വ്യക്തിയുടെ അകത്ത് വിശ്വാസം പണിയപ്പെടണമെങ്കിൽ അവന് വേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിശ്വാസമാണ്. വചന കേൾവി വിശ്വാസത്തിലേക്ക്, ഒരു വിശ്വാസം വചനത്തിലേക്ക് കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വളരണമെങ്കിൽ നമുക്ക് അടിസ്ഥാനമായി വേണ്ടത് വചനത്തിന്റെ കേൾവിയാണ്. തുടർച്ചയായിട്ടുള്ള വചനത്തിന്റെ കേൾവി നിങ്ങളുടെ അകത്ത് വിശ്വാസത്തെ ബിൽഡ് ചെയ്യും, വിശ്വാസത്തെ പണിയും, വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവർ, നമുക്ക് അബ്രഹാമിനെ കുറിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 15-6 അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം അത് അവന് നീതിയായി കണക്കിട്ടു. നമുക്ക് അവിടെ വളരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിന്റെ ജീവിതത്തിൽ ആ വിശ്വാസ ഘട്ടത്തിൽ വിശ്വസിക്കുവാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടായത്. അബ്രഹാം 12-ാം അധ്യായത്തിൽ കർത്താവ് ആദ്യം അവന്റെ മുമ്പിൽ വെളിപ്പെട്ടതായ കാര്യത്തെ അങ്ങനെ ഒന്ന് വിശ്വസിച്ചല്ല. അവിടെ സ്പെസിഫിക് ആയിട്ട് കർത്താവ് ഒന്നും പറഞ്ഞില്ല. നിന്നെ വലിയ ജാതിയാക്കും, നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വലിയ ജനതയാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, അതൊക്കെയാണ് കർത്താവ് അവിടെ പറഞ്ഞത്. എന്നാൽ 15-ാം അധ്യായത്തിൽ കർത്താവ് വ്യക്തമായിട്ട് അബ്രഹാമിനോട് പറയുന്നു, ഞാൻ നിനക്ക് സന്തതിയെ തരും. അവിടെ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതിയെ തരും. അപ്പൊ അവിടെ അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാമിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രാർത്ഥനയിൽ നിന്ന് വന്നതല്ല, ദൈവം പറഞ്ഞ വാക്കിലുള്ള വിശ്വാസമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന്റെ രൂപമാറ്റവും സ്വഭാവമാറ്റവും, ദൈവത്തിലുള്ള ഒരു വ്യത്യാസം. ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നോട് മനസ്സറിയാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ എന്നോട് കരുണ ഉണ്ടാകണമേ, കർത്താവേ എന്നോട് ദയ ഉണ്ടാകണമേ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര ദയ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചാലും, നിങ്ങൾ എത്ര കരുണ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചാലും, നിങ്ങളുടെ അകത്ത് ദൈവം കരുണയുള്ളവനാണെന്ന് ബോധ്യം നിങ്ങളുടെ അകത്തില്ലെങ്കിൽ, ദൈവം ദയയുള്ളവനാണെന്ന് നിങ്ങളുടെ അകത്ത് ബോധ്യമില്ലെങ്കിൽ, ദൈവം നിങ്ങളെ നിബന്ധനകളില്ലാതെ സ്നേഹിക്കുന്നെന്ന് ബോധ്യമില്ലെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകത്തില്ല. അപ്പൊ അടിസ്ഥാനപരമായിട്ട് നമ്മിൽ വേണ്ട കാര്യം എന്താണെന്നറിയാമോ? നമ്മിൽ ഉണ്ടാകേണ്ട കാര്യമാണ് വിശ്വാസം. എൻ്റെ ജീവിതത്തെ മാനിക്കുവാനായിട്ട് കർത്താവിന് കഴിയും, എൻ്റെ അവസ്ഥകളെ മാനിക്കുവാനായിട്ട് കർത്താവിന് കഴിയും, എൻ്റെ സാഹചര്യങ്ങളെ മാറ്റാൻ ദൈവം ശക്തനാണ്. ഈ ബോധ്യമാണ് നമ്മുടെ ഉള്ളിൽ വേണ്ടത്, ഈ അറിവാണ് നമ്മുടെ ഉള്ളിൽ വേണ്ടത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട, നമ്മൾ ഈ വചനത്തിലൊക്കെ കാണുമ്പോൾ ഹല്ലേലൂയ, വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസം കൂടാതെ, എബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണമോ? വിശ്വസിക്കണം. അപ്പൊ അടിസ്ഥാനം എന്താണ്? വിശ്വാസം, ഫെയ്ത്ത്.
ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ ഹല്ലേലൂയ ജീവിതത്തിൽ അസാധാരണ അത്ഭുതങ്ങൾ ഹല്ലേലൂയ വിശ്വാസത്താൽ നിങ്ങളിൽ സംഭവിക്കും. ഒരു സംശയം വേണ്ട. അസാധാരണ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ സംഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ കടന്നു പോകുന്ന സകല വഴികളിലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഹല്ലേലൂയ അടിസ്ഥാനപ്പെടുത്തി വളരേണ്ട ഒരു മേഖലയുണ്ട്, വിശ്വാസത്തിൽ. അപ്പം യേശുവിന്റെ അടുക്കൽ വന്ന അവരുടെ വിശ്വാസം വലുതെന്ന് കർത്താവ്, പ്രാർത്ഥന വലുതെന്നല്ല പറഞ്ഞു. പ്രാർത്ഥന ചെറിയ വാചകങ്ങൾ. ചന്ദ്രരോഗിയായ ഒരു മകനുമായിട്ട് യേശുവിന്റെ അടുക്കൽ വന്നവൻ കർത്താവിനോട് ചോദിച്ചൊരു കാര്യം, കർത്താവെ നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എന്നാ പറഞ്ഞു. വിശ്വാസത്തോടെ അല്ല ചോദിച്ചു. അപ്പൊ കർത്താവിന് മറുപടി ഇതായിരുന്നു, നിന്നാൽ വല്ലതും കഴിയുമെങ്കിലെന്ന്, വിശ്വസിക്കുന്നവനാൽ സകലതും സാധ്യം. അപ്പൊ ഉടനെ അവന്റെ മറുപടി ഇതാണ്, കർത്താവെ എന്നെ പ്രാർത്ഥിക്കാൻ സഹായിക്കണമെന്നല്ല. അവന്റെ മറുപടി ഇതായിരുന്നു, കർത്താവെ എന്റെ അവിശ്വാസത്തിന് തുണ നിൽക്കണമെന്നായിരുന്നു. കർത്താവ് പെട്ടെന്ന് ആ മകനെ സൗഖ്യമാക്കി. ഇവിടെ നമുക്ക് വിശ്വാസം എന്ന് പറയുന്നത് തുടർച്ചയായ വചനത്തിന്റെ കേൾവി കൊണ്ടുണ്ടാകും. നമ്മുടെ ജീവിതത്തിനകത്ത് യേശുക്രിസ്തുവിന്റെ അടുക്കൽ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. കർത്താവോട് അവരോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. അപ്പൊ അവിടെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന അവരെ പഠിപ്പിക്കുമ്പോൾ അവിടെ അവരുടെ ജീവിതത്തിനകത്ത് കർത്താവ്, നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് അത് വായിക്കുമ്പോഴാണ് അതിന്റെ മാധുര്യം മനസ്സിലാകാൻ സാധിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ ഉടനീളം കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം, ഈ അധ്യായങ്ങളെ തുടർച്ചയായി നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ പിതാവായ ദൈവത്തെ യേശു പിതാവ് എന്ന് വിളിച്ചതുപോലെ തന്നെ തൻ്റെ കേൾവിക്കാരോടും യേശു പിതാവിനെ പിതാവെന്നുള്ള തലത്തിൽ തന്നെ പരിചയപ്പെടുത്തും. അപ്പൊ അവിടെ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ വാചകങ്ങളിലല്ല, നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളിലല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ബന്ധമില്ലേ, ആ ബന്ധത്തെ തുടർന്നാണ് ബാക്കിയുള്ളതല്ല. ആ പിതാവ് എന്നുള്ള അഭിസംബോധനയോട് ചേർന്നാണ് മറ്റുള്ളതെല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കർത്താവ് പറയുന്നത്, ആമേൻ, ഞങ്ങളുടെ അന്നുള്ള അപ്പം, ഈ കാര്യങ്ങളെല്ലാം അവിടെ പറയുമ്പോൾ ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണം. ഇതൊക്കെ പറയുമ്പോൾ ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ടാണ്. എന്ത് ബന്ധമാണ്? ദൈവത്തെ പിതാവായി കാണുന്ന ഒരു ബന്ധം. പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അടിസ്ഥാനമായിട്ട് വിശ്വാസം പണിയപ്പെടട്ടെ. ഒരു വ്യക്തിയുടെ അകത്ത് വിശ്വാസം എത്രത്തോളം ശക്തമാകുന്നു അത്രത്തോളം അവന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറും. നമുക്കറിയാം, പഴയ നിയമത്തിന്റെ അടിസ്ഥാനം, അതായത് നമ്മൾ പഴയ നിയമ പുസ്തകമല്ല ഞാൻ പറയുന്നത്, പഴയ നിയമം, പഴയ ഉടമ്പടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കൽപ്പനകളാണ്. അതുകൊണ്ടാണ് ദേവാലയത്തിന്റെ പ്രത്യേകതയും, ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്തിന്റെ പ്രത്യേകതയും, ദേവാലയത്തിലെ സമാഗമന കൂടാരത്തിന്റെയും അതുപോലെ തന്നെ അതിന്റെ അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകവും അവിടുത്തെ നിയമപ്പലകയും കൽപ്പലകയും, ഇതെല്ലാം കൃപാസനവും, ഇതിനെല്ലാം ഇമ്പോർട്ടൻസ്, സ്പെഷ്യാലിറ്റി വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവിടെ അതിനെല്ലാം വളരെ പ്രാധാന്യം വരാനുണ്ടായ കാരണം ഹല്ലേലൂയ ആ കൽപ്പലക, പ്രമാണം. അപ്പൊ അവിടെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പഴയ നിയമം സ്ഥാപിക്കപ്പെട്ടത്. ആ പഴയ നിയമം സ്ഥാപിക്കപ്പെട്ടത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ആ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിനകത്ത് വിശ്വാസത്തിന് പ്രാധാന്യമില്ല. അവിടെ പ്രവർത്തികൾക്കാണ് പ്രാധാന്യം. ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. അപ്പൊ അവര് ഒരു നല്ല കാര്യം ചെയ്താൽ അതിന് റിവാർഡുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് അതിനുള്ള പരിഹാരം അവർക്ക് കിട്ടും, അതിനുള്ള അത്ഭുതം അവരുടെ ജീവിതത്തിൽ നടക്കും, പാപം ക്ഷമിക്കപ്പെടും. അപ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് അവരുടെ ജീവിതത്തിൽ നന്മകളെയും തിന്മകളെയും എല്ലാം നിശ്ചയിക്കുന്നത് അവരുടെ വിശ്വാസമല്ല, അവരുടെ പ്രവൃത്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പ്രവൃത്തികൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അവര് ദൈവത്തിന് കൊടുക്കുക, പതാരം കൊടുക്കുക, ഉപവസിക്കുക, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക, നീണ്ട പ്രാർത്ഥന, അവരുടെ വസ്ത്രധാരണത്തിന്റെ പ്രത്യേകത, ഇതൊക്കെ അവർക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ അവരുടെയൊക്കെ ദേവാലയം വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു ദേവാലയം.
അവരെവിടെ ഇരുന്നാലും ദേവാലയത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു അവരുടെ പതിവ്. ശബത്ത് ദിവസം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. അവിടെ പെരുന്നാളുകളെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷതയേറിയതായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യം, ഞാൻ വന്നത് ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കാനല്ല വന്നത്, നിവർത്തിപ്പാനാണ് വന്നത്. യേശു പറഞ്ഞു, ഞാൻ വന്നത് ന്യായപ്രമാണത്തെ നീക്കാനല്ല, നിവർത്തിപ്പാനായിട്ട്. ന്യായപ്രമാണത്തിന്റെ നിവർത്തി, അതായത് ന്യായപ്രമാണത്തിൽ കർത്താവ് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തു. അപ്പൊ ആ ചെയ്തു തീർത്തു കഴിഞ്ഞപ്പോ ഇനി എന്താണ് ചെയ്യേണ്ടത്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയെ അനുസരിച്ച് ജീവിക്കാനല്ല, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയെ അനുസരിച്ച് ജീവിക്കാനല്ല. അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുമെന്നല്ല. വിശ്വസിക്കുന്നവൻ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പൊ ഇവിടെ ഇതുവരെയും പ്രവൃത്തി ചെയ്ത് ജീവിച്ചവർക്ക് വിശ്വാസത്താൽ ജീവിക്കുക. അതായത് അവർക്ക് രോഗം മാറണമെങ്കിൽ യാഗം അർപ്പിച്ചാൽ മതി. പാപത്താൽ രോഗം വന്നുവെങ്കിൽ യാഗം അർപ്പിച്ചാൽ ശുദ്ധിയായി. അവർക്ക് കുഷ്ഠരോഗി ശുദ്ധിയായി യാഗം അർപ്പിച്ചവൻ ശുദ്ധനായി. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഈ പ്രമാണങ്ങളെ മുഴുവൻ തീർത്തിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തികളാലല്ല. ഞാൻ വന്നത് ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരോ നീക്കാനല്ല, നിവർത്തിപ്പാൻ. ഫുൾഫിൽ ദ ലോ ആൻഡ് ഫുൾഫിൽ ദ പ്രൊഫസി. അപ്പൊ യേശുക്രിസ്തുവിൽ എന്ത് സംഭവിച്ചു? പ്രവചന നിവർത്തി സംഭവിച്ചു, നിയമങ്ങളുടെ നിവർത്തി സംഭവിച്ചു. ഇത് രണ്ടും ക്രിസ്തുവിൽ സംഭവിച്ചു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ട കാര്യം എന്ന് പറയുന്നത് അനുഗ്രഹത്തിന് വേണ്ടി പ്രവർത്തികൾ ചെയ്യുകയല്ല വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉറപ്പുണ്ടാകണം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അതായത് ഇന്ന് കൽപ്പനകളാലല്ല ഞാൻ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യുന്നത്, ഞാൻ വിശ്വസിക്കുന്നതിനാലാണ്. എന്താണ് ഞാൻ വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. പിതാവായ ദൈവം പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് എന്റെ പാപത്തിന് പരിഹാരം വരുത്തിയത് കൊണ്ട് യേശു ക്രിസ്തുവിൽ വസിച്ച അതേ പുത്രത്വത്തിന്റെ ആത്മാവ് എന്റെ അകത്ത് വസിക്കുന്നു. എന്റെ അകത്ത് പുത്രത്വത്തിന്റെ ആത്മാവ് വസിക്കുന്നത് കൊണ്ട് ഞാൻ പാപം ചെയ്യത്തില്ല. അതെന്റെ തീരുമാനമല്ല, അതെന്റെ അറിവാണ്. അതെന്റെ ഡിസിഷൻ അല്ല, അത് ഞാൻ തീരുമാനിച്ചിരിക്കുകയല്ല, അതെന്റെ അറിവാണ്. ആമേൻ. എന്റെ അറിവാണ്. ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ മകനാണ്. ക്രിസ്തു യേശുവിൽ ഞാൻ ദൈവത്തിന്റെ മകനാണ്. ആ ബോധ്യമാണ്, ആ അറിവാണ് എന്തുകൊണ്ടുവരുന്നത്? ഹല്ലേലൂയ, ആമേൻ. എന്നിൽ, ആമേൻ, പഴയ നിയമ പ്രമാണത്തിൽ ഒരു വ്യക്തി പ്രാപിച്ച നീതിയേക്കാളും ശ്രേഷ്ഠമേറിയ നീതി പ്രാപിക്കുന്നത് എന്റെ വിശ്വാസത്താണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ അത്ഭുതം ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾക്കൊരു വിടുതൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മിൽ വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നാം മക്കളാണെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിൽ അതിന്റെ 5-ാമത്തെ അധ്യായത്തില് ചില വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുക. അതിന്റെ 15-ാം വാക്യം, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ആരോടാണ്? വിശ്വസിക്കുന്നവനോട്, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നവനോട് ദൈവം ക്ഷമിക്കും. എന്നിട്ട് 16-ാം വാക്യം, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇപ്പൊ 2 കാര്യങ്ങൾ അവിടെ പറയുന്നു. ഒന്നാമത്തത് 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത് വിശ്വാസത്തോട് പ്രാർത്ഥിക്കുമ്പം അവനെ സൗഖ്യമാക്കുകയും കർത്താവിനെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യും എന്ന് അവിടെ പറയുമ്പോൾ, അടുത്ത വാക്യത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, നിങ്ങളില് രോഗസൗഖ്യം വേണ്ടി വന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, അന്യോന്യം പാപങ്ങളെ ഏറ്റുപറയണം. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി പറയേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. അപ്പൊ അവിടെ എന്തിനാണ് പ്രസക്തി?
രോഗസൗഖ്യത്തിന് എന്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? വിശ്വാസത്തിൽ. ഈ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോഴും അവിടെ എന്താണ് ഒരുവനോട് ഒരുവൻ പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം? എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? അതായത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രവൃത്തികളിൽ അധിഷ്ഠിതമായിട്ടുള്ളതല്ല ഇത്. ഇത് പ്രവൃത്തികളുമായിട്ട് ഒരു ബന്ധമില്ല. ഇത് നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായത്. അപ്പൊ വിശ്വാസത്തിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം വിട്ടുകളയണം. അതായത് നിങ്ങൾ വിചാരിച്ചൊക്കെ മാനസാന്തരപ്പെടുക, തിരിയുക, അതൊന്നും അല്ല അവിടെ അർത്ഥമാക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു വ്യക്തിയോട് മാനസികമായ ഒരു അടുപ്പക്കുറവ്, മാനസികമായ ഒരു പ്രയാസം, ക്ഷമയില്ലായ്മ, അവരോട് നിരപ്പ് പ്രാപിക്കാത്ത അവസ്ഥ, മാനസികമായിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്കൊരു വിദ്വേഷം ഉണ്ടെങ്കിൽ, വെറുപ്പ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ആ വ്യക്തിയോട് നിരപ്പ് പ്രാപിക്കാൻ കഴിയത്തില്ല എന്ന് മാത്രമല്ല, ആ ഒരു പ്രയാസത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലാണ്. അപ്പോഴെന്താണ് അവിടെ സംഭവിക്കേണ്ടത്? നിങ്ങൾ ഒരുവനോട് ഒരാൾ അന്യോന്യം പാപം ഏറ്റു പറഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ടല്ല. നിങ്ങൾ ഒരുവൻ അന്യോന്യം നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ നിങ്ങളുടെ അകത്തൊരു മനസാക്ഷിയിൽ ഒരു ശുദ്ധീകരണം ഉണ്ടാവും. നിങ്ങളുടെ മനസാക്ഷിയിൽ ഒരു ഉറപ്പ് വരും, കർത്താവ് നോക്കിക്കോളും, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്, എന്റെ മനസാക്ഷിയെ കർത്താവ് ശുദ്ധീകരിച്ചിരിക്കും. ഈ ബോധ്യം നിങ്ങളുടെ അകത്ത് വരും. അപ്പൊ അവിടെ നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറയുക, അന്യോന്യം പാപങ്ങളെ ഏറ്റുപറയുക, അന്യോന്യം കുറവുകളെ ഏറ്റുപറയുക, ക്ഷമിക്കുക. അപ്പൊ അവിടെ ഈ ക്ഷമ കൊണ്ടും ഒരാളോട് നമ്മുടെ പാപം ഏറ്റു പറയുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം എന്താ? നമ്മുടെ മനസ്സാക്ഷിക്ക് ഒരു ഉറപ്പ് വരും. നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ട് നടത്തില്ല? നിങ്ങൾ ആരോടെങ്കിലും ഒരാളോട് നാളുകളായി പിണങ്ങിയിരുന്നതിരിക്കട്ടെ, എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരുടെയെങ്കിലും ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഒരു വിവാഹ ശുശ്രൂഷ, ഇല്ലെങ്കിൽ എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എവിടെ വെച്ച് ആ വ്യക്തിയെ നിങ്ങൾ അവിചാരിതമായി കണ്ടുമുട്ടി, നിങ്ങൾ ചിരിച്ചു, അദ്ദേഹവും ചിരിച്ചു, സംസാരിച്ചു. നിങ്ങളുടെ ആ വൈരാഗ്യം, മനസ്സിലുണ്ടായിരുന്ന പകയും പ്രയാസവും മാറിക്കഴിയുമ്പോൾ ആ ദിവസം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എന്തു വലിയ സന്തോഷമായിരിക്കും അല്ലെ? വലിയ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കും. അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്താ? നിങ്ങളുടെ ആ സന്തോഷത്തിന്റെ അടിസ്ഥാനം നിങ്ങളുടെ പാപം ഏറ്റു പറഞ്ഞിട്ട് നിങ്ങളുടെ അകത്തുനിന്ന വെറുപ്പ്, നിങ്ങളുടെ അകത്തുനിന്ന തെറ്റിദ്ധാരണ മാറിയപ്പോൾ വലിയ സന്തോഷം അകത്തുണ്ടാവും അല്ലെ? അപ്പൊ അവിടെയാണ് പ്രിയപ്പെട്ടവർ, നിങ്ങൾ അന്യോന്യം പാപം ഏറ്റു പറയും, നിങ്ങളുടെ അകത്ത് വിശ്വാസത്തിന്റെ ഉറപ്പ് വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ രോഗികളായിട്ടുള്ളവർ, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങളുടെ മനസ്സാക്ഷിയില് നിങ്ങളുടെ ധൈര്യത്തെ, പ്രാഗൽഭ്യത്തെ, ദൈവസന്നിധി വന്ന് നിൽക്കാനുള്ള ഉറപ്പിനെ ചോദ്യം ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അവിടെ വെച്ച് ക്രമീകരിക്കണം. അത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ ഉറപ്പോടെ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങളെ അത് ധൈര്യപ്പെടുത്തും. നിങ്ങൾ ഒരാളോട് ക്ഷമിക്കാനുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ പറയുക, കർത്താവേ, ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും പ്രയാസമുണ്ടോ, അവരോട് വിളിച്ച് സംസാരിച്ച് അന്യോന്യം പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ക്ഷമ പ്രാപിച്ച് ആ ഒരു ക്ഷമ പ്രാപിക്കുന്ന മനോഭാവത്തിലേക്ക് വരുമ്പോൾ നിങ്ങളിൽ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ വിശ്വാസം ഉറയ്ക്കും. നിങ്ങൾ വിശ്വാസത്തിൽ ഉറയ്ക്കും. പ്രൈസ് ഗാഡ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. വലിയ കാര്യമാണ്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. നിങ്ങൾ മക്കളെന്ന അവകാശത്തോടെ, ബോധ്യത്തോടെ നിങ്ങളെ പിതാവിന്റെ സന്നിധി നിർത്താനായിട്ടാണ് പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം. അതെ, ഹല്ലേലൂയ. അവിടെ നിങ്ങളുടെ സൗഖ്യവും നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധി അല്ല രണ്ടാമത്. നിങ്ങൾക്ക് പിതാവിന്റെ സന്നിധി നിൽക്കുമ്പോൾ ഒരു ബോധ്യം, യെസ്, ഞാൻ ദൈവ പൈതല്, കർത്താവിനെ സ്നേഹിക്കുന്നു, ഞാൻ കർത്താവിനെ ക്ഷമ പ്രാപിച്ചവന്. ഈ ബോധ്യം എൻ്റെ അകത്ത് വരുമ്പോൾ ആ ബോധ്യമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ഹല്ലേലൂയ നിങ്ങളുടെ രോഗത്താൽ ബാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസത്തെ ഇളക്കുന്ന സകല കാര്യങ്ങളൊന്ന് മാറ്റിവെക്കാം. അതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവവചനം കേൾക്കുക. തുടർച്ചയായിട്ട് ദൈവവചനം കേൾക്കുക. നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്ത് വരിക. നിങ്ങളുടെ മനസാക്ഷിയിൽ നിങ്ങൾക്ക് ഒന്നും
ഇരുട്ടിലിന്റെ മറവിൽ സൂക്ഷിക്കാൻ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ അകമൊന്ന് ഫ്രീ ആക്കുക. കർത്താവിന് വേണ്ടി കൊടുക്കുന്നതോ കർത്താവിന് എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ അകത്തെ ആമേൻ എംപ്റ്റി ആക്കുക എന്നല്ല പറയുന്നത്, ക്ലീൻ ചെയ്യുക. വിശ്വാസത്തിൽ നിന്ന് ഉറപ്പോടെ. നിങ്ങൾക്ക് ആരുടെയും ക്ഷമിക്കാനുണ്ടെങ്കിൽ അവരെ വിളിച്ചതിന് ക്ഷമ പറഞ്ഞു. നിങ്ങളെ ആരെങ്കിലും ഉൾപ്പെടുത്തിയെന്ന് തോന്നുന്നെങ്കിൽ അവരോട് അങ്ങ് ക്ഷമിച്ചേ. നിങ്ങളെ ആരെങ്കിലും നിങ്ങൾ നിമിത്തം ആരെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അവരോടൊരു സോറി പറഞ്ഞു. അത് നിങ്ങളുടെ വിശ്വാസത്തെ ഒലയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി അതീവമാകും. നിങ്ങൾ വൻ കാര്യങ്ങളെ ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവർ. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ അകത്ത് വിശ്വാസം, കർത്താവിലുള്ള വിശ്വാസം, അതിന് വിഘാതമായി നിൽക്കുന്ന എല്ലാം ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് വളരെ ധൈര്യത്തോടെ കർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ, യെസ്, കർത്താവിനാൽ ക്ഷമിക്കപ്പെട്ടവൻ, കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവൻ, ഞാൻ കർത്താവിനാൽ അംഗീകരിക്കപ്പെട്ടവൻ, ഹല്ലേലൂയ, ഞാൻ കർത്താവിന് പ്രിയനായവനാണെന്നുള്ള അസാധാരണ ബോധ്യത്തോടെ നിന്ന് നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ, ഒരു സംശയം വേണ്ട. ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിച്ചേ. നിങ്ങളാൽ ആരെങ്കിലും മുറിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരോട് വിളിച്ചെന്ന് ക്ഷമ പറഞ്ഞേ. ഇപ്പോ നിങ്ങളുടെ വിശ്വാസത്തിന് വിഘാതമായി നിൽക്കുന്ന എല്ലാം എടുത്തു മാറ്റി. നിങ്ങളുടെ മനസ്സിനകത്ത് കുറ്റബോധമില്ലേ, ആ കുറ്റബോധം എടുത്തു മാറ്റി. നിങ്ങൾക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്നതെല്ലാം എടുത്തു കളഞ്ഞിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ നിങ്ങളിൽ സംഭവിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവേ, ഹല്ലേലൂയ, കർത്താവിന്റെ മഹത്വം അവരിലേക്ക് ഒഴുകട്ടെ. കർത്താവ് ഇപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് വലിയ വിടുതലിന്റെ കരം അവർക്കായി ചലിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവ്, അവരുടെ സ്ഥിതി മാറട്ടെ, അവരുടെ അവസ്ഥകൾ മാറട്ടെ. പ്രത്യേകിച്ച് കർത്താവ്, രോഗാതുരമായ ശരീരത്തോട് നാളുകളായി പോരാടിക്കൊണ്ടിരിക്കുന്നവർ, ആ രോഗം നിമിത്തം വർഷങ്ങളായിട്ട് പ്രയാസം അനുഭവിക്കുന്നവർ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അകത്തുനിന്ന് കുറ്റബോധം മാറിപ്പോകട്ടെ. അവരുടെ അകത്തുനിന്ന് കഴിഞ്ഞ നാളുകൾ അവർ ചെയ്ത പാപത്തെയും കുറവുകളെയും സംബന്ധിച്ചുള്ള കുറ്റബോധം മാറിപ്പോകട്ടെ. അവരുടെ അകത്തുനിന്ന് ഭയം മാറിപ്പോകട്ടെ. അവരുടെ അകത്തുനിന്ന് നിരാശ മാറിപ്പോകട്ടെ. ദൈവികമായ അസാധാരണമായ സ്വസ്ഥത അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. ഇപ്പോൾ തന്നെ ആശ്വസിപ്പിക്കുന്ന ഞങ്ങളുടെ കരം അവരെ സ്പർശിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനത്തിൽ പറഞ്ഞ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അതെന്റെ അവകാശമാണെന്ന് തിരിച്ചറിയാനായിട്ട് അവരുടെ വിശ്വാസ കണ്ണുകളെ തുറന്നാട്ട്, ഹൃദയ കണ്ണുകളെ തുറന്നാട്ട് ഇപ്പോൾ തന്നെ കർത്താവ്, എത്ര മാരകമായ രോഗമാണെങ്കിലും ഈ നിമിഷം അവരിൽ സൗഖ്യമുണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ കർത്താവ്. ഈ നിമിഷം അത് സംഭവിക്കട്ടെ. യെസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം അവരായിരിക്കുന്ന മുറികളിലേക്ക്, അവരായിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ തന്നെ ആ സാന്നിധ്യം ഇറങ്ങി വെളിപ്പെടട്ടെ. ഇപ്പോൾ തന്നെ അവര് ഹല്ലേലൂയ, ആമേൻ, ദൈവ സ്നേഹത്തിന്റെ ആമേൻ ഹല്ലേലൂയ ശക്തി അവരിപ്പോൾ തന്നെ അവരുടെ ശരീരങ്ങളിൽ തിരിച്ചറിയട്ടെ കർത്താവ്. യേശുക്രിസ്തുവിന്റെ സ്ഥാനാപതിയായി നിന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഇവരുടെ മേൽ സൗഖ്യത്തെ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ അത്ഭുത സൗഖ്യത്തെ അവിടുന്ന് അയച്ചതിനായിട്ട് നന്ദി കർത്താവേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തിരിക്കുക. ഉറപ്പോടെ, വിശ്വാസത്തോടെ നിങ്ങൾ എഴുന്നേൽക്കുക. ഉറപ്പോടെ കർത്താവിനോട് നിൽക്കുക. കർത്താവിന്റെ സാക്ഷികളായി മാറുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.